രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും മന്ത്രിമാരായി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞയെടുക്കും. രാജ്ഭവനിൽ പ്രത്യേകം ഒരുക്കിയ വേദിയിലാണ് ചടങ്ങ്. അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്ന തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും, ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗതം കെ ബി ഗണേഷ് കുമാറിനും ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സിനിമാ വകുപ്പ് വേണമെന്ന കേരള കോൺഗ്രസ് ബിയുടെ ആവശ്യം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിയിരുന്നു. വിവാദങ്ങൾക്കും വാക്പോരിനും നിയമ നടപടികൾക്കുമിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒരേ വേദിയിലെത്തുമെന്നതും ഇന്നത്തെ സത്യപ്രതിജ്ഞയെ ശ്രദ്ധേയമാക്കുന്നു. ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി VA ഗിരീഷ് രാജ്ഭവനിൽ നിന്നും, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്തു നിന്നും ചേരുകയാണ്. ആദ്യം VA ഗിരീഷിലേക്ക്. ഗിരീഷ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ അവിടേക്ക് എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കുന്നു. EP ജയരാജൻ അടക്കമുള്ള നേതാക്കളും വന്നുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്? എപ്പോൾ ഈ ചടങ്ങ് ആരംഭിക്കും? ക്രിസ്റ്റിന, 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങുക. രാജ്ഭവന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഈ വേദിയിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇപ്പോൾ കണ്ണൂരിൽ നിന്നും അതോടൊപ്പം തന്നെ കെ ബി ഗണേഷ് കുമാറിൻ്റെ മണ്ഡലമായ പത്തനാപുരത്തു നിന്നുമൊക്കെ നിരവധി പ്രവർത്തകരാണ് ഈ സത്യപ്രതിജ്ഞ നേരിട്ട് കാണുന്നതിന് വേണ്ടി ഈ പ്രത്യേകം തയ്യാറാക്കിയ ഈ പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയുടെയും CPMൻ്റെയും ഒക്കെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയിട്ടുണ്ട്. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ഉൾപ്പെടെയുള്ള എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം CPMൻ്റെ മുതിർന്ന നേതാക്കൾ, മുൻ മന്ത്രിമാർ, ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിലേക്ക് എത്തുന്നു. കൃത്യം 4 മണിക്ക് തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് VA ഗിരീഷാണ് രാജ്ഭവനുള്ളിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുകയാണ്. അലക്സ്, രാജ്ഭവന് പുറത്താണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ആരൊക്കെയാണ് അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്? ഈ സിനിമാ വകുപ്പ് കൂടി കെ ബി ഗണേഷ് കുമാറിന് നൽകണമെന്ന ആവശ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് മാത്രവുമല്ല, ഈ ഒരു പോരിനിടെ ഗവർണറും മുഖ്യമന്ത്രിയും ഒന്നിച്ച് ഒരു വേദിയിലെത്തുന്ന പ്രത്യേകത കൂടി ഉണ്ടല്ലോ ഈ ചടങ്ങിന്. ക്രിസ്റ്റിന, തീർച്ചയായും ക്രിസ്റ്റിന, നിമിഷങ്ങൾക്കകം രണ്ടുപേർ പുതിയ മന്ത്രിമാരായി പിണറായി വിജയൻ സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരള കോൺഗ്രസ് ബിയുടെ കെ ബി ഗണേഷ് കുമാറും അതുപോലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ അല്പസമയത്തിനകം 4 മണിയോടുകൂടി മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. നമ്മൾ മനസ്സിലാക്കുന്നത് മന്ത്രിമാർ ഓരോരുത്തരായി അകത്തേക്ക് വരുന്നുണ്ട്, അതായത് രാജ്ഭവനിലേക്ക് എത്തുന്നതാണ് കാണുന്നത്. ഇപ്പോൾ മന്ത്രി പ്രസാദാണ് അകത്തേക്ക് പോകുന്നത്. നേരത്തെ വിവിധ മന്ത്രിമാർ പോയിട്ടുണ്ട്. LDF കൺവീനർ EP ജയരാജൻ രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ഗതാഗത വകുപ്പ് മന്ത്രിയായി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി രാജ്ഭവനിലുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. രണ്ടുപേരും, അത് രാമചന്ദ്രൻ കടന്നപ്പള്ളി അതുപോലെ കെ ബി ഗണേഷ് കുമാറും രാജ്ഭവനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രി എത്തിച്ചേരുന്നതിന് വേണ്ടി ഉണ്ട്. മുഖ്യമന്ത്രി അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കൃഷ്ണ, ഇതിൽ പ്രധാനമായി ഈ പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. 1000 പേരെ ഉൾക്കൊള്ളാവുന്ന തരത്തിലാണ് പ്രത്യേക പന്തൽ അത് രാജ്ഭവൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ഒരുക്കിയിട്ടുള്ളത്. വിവിധ ഇടങ്ങളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ, അത് കേരള കോൺഗ്രസ് ബിയുടെയും അതുപോലെ കോൺഗ്രസ് എസിൻ്റെയും പാർട്ടി പ്രവർത്തകർ, അവരുടെ നേതാക്കൾ ഒക്കെ നേരത്തെ തന്നെ ഈ പാസ് മുഖാന്തരം അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. മറ്റു വാഹനങ്ങൾ, ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ അല്പസമയത്തിനകത്ത്, ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടുപേർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അതിനുശേഷം അവിടെ ചായ സൽക്കാരവും ഒരുക്കിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ഘടകകക്ഷി നേതാക്കൾക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവേശനമുണ്ട്. അവരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റു നേതാക്കൾ, LDFൻ്റെ മറ്റു മുതിർന്ന നേതാക്കളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. LDFനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനം നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് LDFനെ സംബന്ധിച്ച സവിശേഷത. അത് കടന്നു പോകുന്നത് റോഷി അഗസ്റ്റിനാണ്. മന്ത്രി റോഷി അഗസ്റ്റിനകത്തേക്ക് കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത്, രാജ്ഭവന് മുന്നിലുള്ള ദൃശ്യങ്ങളിൽ കണ്ടത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDFൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങളിലൊന്നും നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു മുന്നണി ധാരണ, ആ മുന്നണി ധാരണയ്ക്കനുസരിച്ച് 2.5 വർഷത്തിന് ശേഷം രണ്ട് മന്ത്രിമാർ മാറിക്കൊടുത്ത് പകരം 2 മന്ത്രിമാർ ആ പദത്തിലേക്ക് എത്തുന്നത് തന്നെ കേരള മുന്നണി രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കും. അത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യകാലത്ത്, തുടക്കകാലത്താണ് അത്തരത്തിലൊരു ധാരണയിലേക്ക് എത്തിയത്. ഏക MLA-മാരുള്ള ഘടകകക്ഷികൾക്ക് കൂടി മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്. നേരത്തെ
ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആന്റണി രാജു, അദ്ദേഹം ഗതാഗത വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. സമാനമായി തന്നെ INL-ന്റെ അഹമ്മദ് ദേവർകോവിൽ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. ഇവരുടെ വകുപ്പുകൾ സംബന്ധിച്ച് നേരത്തെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും ഈ ആന്റണി രാജു ഒഴിഞ്ഞ ഗതാഗത വകുപ്പ് KB ഗണേഷ് കുമാറിനും അതുപോലെ അഹമ്മദ് ദേവർകോവിൽ ഒഴിഞ്ഞ തുറമുഖ വകുപ്പ് അത് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ലഭിക്കും എന്നൊരു സൂചന ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ വകുപ്പുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല KB ഗണേഷ് കുമാറിന് അദ്ദേഹത്തിന് സിനിമയുടെ വകുപ്പ് കൂടി വേണം എന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് മന്ത്രിമന്ദിരം ആവശ്യമില്ല. ഇവിടെ കുടപ്പനക്കുന്നിൽ അദ്ദേഹത്തിന് വീടുണ്ട്, അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൊട്ടരക്കരയിലെ വീട് കഴിഞ്ഞാൽ അദ്ദേഹം കുടപ്പനക്കുന്നിലാണ് താമസിക്കുന്നത്. അതിനാൽ അദ്ദേഹത്തിന് മന്ത്രിമന്ദിരം വേണ്ടെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ സ്റ്റാഫുകളുടെ എണ്ണം അത് കുറച്ചു മതി എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ സിനിമ വകുപ്പ് കൂടി വേണമെന്നൊരു ആവശ്യം അദ്ദേഹം ഒരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് B ഔദ്യോഗികമായി പാർട്ടി എന്ന നിലയ്ക്ക്, ഘടകകക്ഷി എന്ന നിലയ്ക്ക് അത്ര ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. CPM കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് സിനിമ. അതിനാൽ തന്നെ കൂടിയാലോചനകൾക്ക് ശേഷം, പാർട്ടി ആലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കും വകുപ്പുകൾ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ തീരുമാനമെടുക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. നേരത്തെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. സിനിമാ വകുപ്പ് KB ഗണേഷ് കുമാറിന് നൽകേണ്ടതില്ല എന്ന് CPM ഔദ്യോഗികമായി തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതിനർത്ഥം ഈ മന്ത്രിമാർ ഒഴിഞ്ഞ വകുപ്പുകൾ, ഗതാഗത വകുപ്പ് KB ഗണേഷ് കുമാറും അതുപോലെ തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ലഭിക്കാൻ തന്നെയാണ് സാധ്യത. എന്താണെങ്കിൽ ഇരുവരും അല്പം മുമ്പ് രാജ്ഭവനിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 കണക്കിന് പ്രവർത്തകർ, ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. 4 തരം പാസ് ഉപയോഗിച്ചാണ് അവരിവിടെ നിയന്ത്രിക്കുന്നത്. വെഹിക്കിൾ പാസ്, വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് വെഹിക്കിൾ പാസ് ഉണ്ട്, VIP പാസ് ഉണ്ട്, ജനറൽ പാസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു ഒരു പാസും കൂടി. അത്തരത്തിൽ 4 തരം പാസുകളിലൂടെയാണ് ഈ ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. പാസ് ഇല്ലാത്തവരെ പോലീസ് കൃത്യമായി തന്നെ അകത്തു കയറാൻ പ്രവേശിപ്പിക്കാതെ അവരെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. പന്തലൊരുക്കിയിട്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് സജി ചെറിയാനാണ്. മന്ത്രി സജി ചെറിയാൻ ഇതകത്തേക്ക് കടന്നു പോകുന്ന, രാജ്ഭവനിനുള്ളിലേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ രീതിയിൽ വാഹന കുരുക്കടക്കം ഈ മേഖലയിൽ രൂപപ്പെടുന്നുണ്ട്. കാരണം VIP-കളായിട്ടുള്ളവർ, മന്ത്രികളായിട്ടുള്ളവർ, അത്തരത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ളവർ, ഈ പാർട്ടികളുടെ അണികളായിട്ടുള്ളവരൊക്കെ രാജ്ഭവനിലേക്ക് ക്ഷണിക്കപ്പെട്ടവരൊക്കെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും അവരുടെ ഒഴുക്ക് ഇവിടേക്കുണ്ട്. അവരെ ഈ ക്ഷണിക്കപ്പെട്ടവരൊക്കെ, പാസ്സുള്ളവരൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും മന്ത്രിമാർ കടന്നു പോകുന്നുണ്ട്. മന്ത്രി V ശിവൻകുട്ടി കടന്നു പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയും അകത്തേക്ക് പ്രവേശിക്കാനുണ്ട് എന്നുള്ളതാണ്. മന്ത്രി ചിഞ്ചുറാണി നേരത്തെ പോയിരുന്നു. LDF-ന്റെ കൺവീനർ രാജ്ഭവനിലുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട, കൗതുകരമായ, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്ത്യൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരു ധ്രുവങ്ങളിൽ നിൽക്കുകയാണ് ഗവർണറും സർക്കാരും. അത് മുഖ്യമന്ത്രിയാകട്ടെ മന്ത്രിമാരാകട്ടെ ഒരു നേർക്കുനേർ ഫൈറ്റിൽ നിൽക്കുന്ന ഒരു സമയമാണ്, ഒരു പോരിൽ നിൽക്കുന്ന ഒരു സമയമാണ്. വിവിധ വിഷയങ്ങൾ, അത് ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട RSS നോമിനികളെ തിരികെ കയറ്റി എന്ന ആരോപണത്തിൽ ഇപ്പോൾ ഈ കാണുന്നത് ആന്റണി രാജുവിനെയാണ് കാണുന്നത്. എങ്ങനെ അകത്തേക്ക് പോവുകയാണ്? പിന്നെ സുന്ദരനായിട്ടുണ്ട്. എല്ലാ ആശംസകളും, ഞങ്ങളുടെ തീരുമാനം എടുത്തത് എല്ലാ ആശംസകളും. സന്തോഷമായില്ലേ? അറിഞ്ഞില്ല, മുഖ്യമന്ത്രിയല്ലേ തീരുമാനിക്കേണ്ടത്. അല്ല, പിൻഗാമി ആരെന്ന് അറിയട്ടെ. എല്ലാവർക്കും നല്ല ആശംസകൾ, വിജയാശംസകൾ. ഉപദേശം ഉണ്ടാവും, അവർക്ക് ഉപദേശവും കൊടുക്കും. ഉപദേശിക്കേണ്ടത് എൻ്റെ ഉപദേശം. KSRTC ഗതാഗതക്കാർ നോക്കണ്ടേ? നന്നായിട്ട് നോക്കിക്കോളൂ അവർ. പിന്നെ ശരി, അത്തരത്തിൽ അദ്ദേഹം കുശലം പറഞ്ഞതാണ്. മുൻ മന്ത്രി ആന്റണി രാജുവാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അദ്ദേഹവും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമാനമായി തന്നെ മറ്റുള്ള, അതായത് അഹമ്മദ് ദേവർകോവിലും ഇവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അത് മുന്നണി മര്യാദയുടെ കൂടെ ഒരു ഭാഗമാണ് എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. LDF കൺവീനർ, രാവിലെ നമ്മൾ LDF കൺവീനർ EP ജയരാജനുമായി സംസാരിച്ചിരുന്നു. അത് കൃത്യമായൊരു തീരുമാനം, ഒരു നല്ല തീരുമാനം മുന്നണി എടുത്തു. ആ മുന്നണി മര്യാദയ്ക്കനുസരിച്ച് ഘടകകക്ഷികൾ ആ തീരുമാനം നടപ്പിലാക്കാൻ അവർ മുതിർന്നു എന്നുള്ളത് മാതൃകാപരമായ കാര്യമാണെന്നാണ് അദ്ദേഹം വിലയിരുത്തിയിട്ടുള്ളത്. എന്നാണെങ്കിൽ ഓരോരുത്തരായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്, വിവിധ മന്ത്രിമാർ എത്തിച്ചേരുന്നുണ്ട്. നമുക്ക് VA ഗിരീഷിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട് വളരെ പെട്ടെന്ന്. ഗിരീഷ്, ആരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്? നമുക്ക് എന്തൊക്കെ പ്രതികരണങ്ങൾ ലഭ്യമാണിപ്പോൾ? കൃഷ്ണ, ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാം നടക്കാൻ പോകുന്ന കാര്യം. തീർച്ചയായിട്ടും. പിന്നെ അത് ഞാൻ പറയാം. ഞാൻ വകുപ്പ് എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഞാൻ ഒരാഴ്ച ഒന്ന് പഠിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും പറയും. തീർച്ചയായും പറയും. കൃഷ്ണ, ഇപ്പോൾ വകുപ്പുകൾ
വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പുതിയ മന്ത്രിമാർക്ക് നൽകുന്നതിനെ പറ്റിയുള്ള ഒരു തീരുമാനം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് വകുപ്പാണ് എന്നുള്ളത് മുഖ്യമന്ത്രി അറിയിച്ച ശേഷം ആ വകുപ്പിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഒരാഴ്ച എങ്കിലും അതിനുള്ള സമയം വേണ്ടിവരും എന്നുള്ളതാണ് കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും അതിനുശേഷമായിരിക്കും തൻ്റെ പുതിയ ആശയങ്ങളും അതോടൊപ്പം തന്നെ മനസ്സിലുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ പ്രാവർത്തികമാക്കുന്നത് ഈ വകുപ്പിന് വേണ്ടി എന്നാണ് രാജ്ഭവനുള്ളിൽ നിന്നും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വി. എ. ഗിരീഷ് കുമാർ. മന്ത്രിയാകുന്നതിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ് തന്റെ പ്രതീക്ഷ. ഏത് വകുപ്പാണ് എന്ന കാര്യത്തിൽ ഒരു നിശ്ചയമായതിനു ശേഷം അക്കാര്യങ്ങൾ കൃത്യമായി പഠിച്ചതിന് ശേഷം ഒരാഴ്ചക്കകം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നാണ് ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞത്. രാജ്ഭവനുള്ളിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വി. എ. ഗിരീഷും തിരുവനന്തപുരത്ത് നിന്ന് രാജ്ഭവന് പുറത്തു നിന്ന് അലക്സ് റാം മുഹമ്മദുമാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അതേപോലെ തന്നെ കെ.ബി. ഗണേഷ് കുമാറും അവിടെ എത്തിയിട്ടുണ്ട്. ഇരുവരും നിയുക്ത മന്ത്രിമാരാണ്. അല്പസമയത്തിനകം ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. സർക്കാർ 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.